എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ വ്യക്തിയുടെ മുഖമായിരിക്കും മാത്രമുള്ളത്, അല്ലേ? അത് നിങ്ങളുടെ ജീവനായ പങ്കാളിയാകാം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ പിണങ്ങി മാറി നിൽക്കുന്ന കാമുകനോ കാമുകിയോ ആകാം. അല്ലെങ്കിൽ ഒരു കാലത്ത് ജീവനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുമാവാം. അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ? മെസ്സേജ് അയച്ചാൽ സീൻ ചെയ്യുപോലുമില്ലാതെ നിങ്ങൾ അവഗണിക്കുകയാണോ? അവരുമായി സംസാരിക്കാൻ നിങ്ങളുടെ മനസ്സ് അത്രമേൽ കൊതിക്കുന്നുണ്ടല്ലേ? എന്നാൽ കേട്ടോളൂ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈയൊരു കാര്യം നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമാകും. ഇന്ന് രാത്രി അവർ എത്ര വലിയ ഈഗോയിലാണെങ്കിലും നിങ്ങളോട് എത്ര കടുത്ത ദേഷ്യത്തിലാണെങ്കിലും അവരുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മളൊരു അതീന്ദ്രിയ സന്ദേശം നേരിട്ട് അയക്കാൻ പോവുകയാണ്. യൂട്യൂബിൽ ഇതുവരെ ആരും ഇത്ര വിശദമായി പറയാത്ത ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ശക്തമായ വിസ്പർ ടെക്നിക് അഥവാ രഹസ്യമായി മന്ത്രിക്കുന്ന ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു കഴിയുന്നതോടെ അവരുടെ ഉള്ളിൽ നിങ്ങളെ കാണാനും സംസാരിക്കാനുമുള്ള ആഗ്രഹം ഒരു അണക്കെട്ട് പൊട്ടുന്നത് പോലെ ഒഴുകി വരും. നിങ്ങളെ വിളിച്ച് സംസാരിക്കാതെ അവർക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. ഇത് വെറുമൊരു മോട്ടിവേഷൻ വാക്കുകളല്ല കേട്ടോ. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ചൊരു പ്രപഞ്ച രഹസ്യമാണിത്. അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം പകുതി വഴിയിൽ ഉപേക്ഷിച്ചാൽ ഇതിൻ്റെ ഊർജം പൂർണ്ണമായി നഷ്ടപ്പെടും. ഈ ടെക്നിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ എന്തിനാണിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ തമ്മിൽ ഒരുപാട് ദൂരെയാണെന്ന്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ച് നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. ഇതിനെയാണ് സയൻസ് ക്വാണ്ടം ഫിസിക്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ വെറും പ്ലാസ്റ്റിക്കും ലോഹവും മാത്രമല്ല, അവ പ്രവർത്തിക്കുന്നത് അദൃശ്യമായ തരംഗങ്ങൾ വഴിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറും ചിന്തകളും. നിങ്ങൾ ഒരാളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ നിന്നും ചില ഊർജ തരംഗങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഈ വിസ്പർ ടെക്നിക്ക് വഴി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഊർജത്തെ ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് കടത്തിവിടുകയാണ്. പ്രത്യേകിച്ച് അവർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ തികച്ചും ശാന്തമായിരിക്കുമ്പോഴോ ആണ് അവരുടെ മനസ്സ് ആൽഫ സ്റ്റേറ്റിൽ എത്തുന്നത്. ഈ സമയത്ത് അവരുടെ ലോജിക്കൽ മൈൻഡ്, അതായത് ഈഗോയും ദേഷ്യവും ഒക്കെ താൽക്കാലികമായി വിശ്രമത്തിലായിരിക്കും. ഈ സമയത്ത് നമ്മൾ അവരുടെ മനസ്സിലേക്കൊരു ചിന്ത ഇട്ട് കൊടുത്താൽ അത് അവരുടെ സ്വന്തം ചിന്തയാണെന്ന് അവർക്ക് തോന്നും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മകൾ വരികയും അവരെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കുകയും ചെയ്യുന്ന ഈ വിദ്യ വഴിയാണിത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ അവരിപ്പോൾ എന്നോട് കടുത്ത ദേഷ്യത്തിലാണ്, എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ ഇത് നടക്കുമെന്ന്. വിഷമിക്കേണ്ട. ദേഷ്യവും വാശിയുമൊക്കെ നമ്മുടെ പുറമേയുള്ള മനസ്സിൻ്റെ ഭാവങ്ങളാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് സ്നേഹവുമുണ്ട്. ആ സ്നേഹത്തെ ഉണർത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ഇനി നമ്മൾ ഈ മാന്ത്രിക വിദ്യയുടെ ആദ്യ പടിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജം വളരെ പോസിറ്റീവ് ആയിരിക്കണം. അതിനായി നമ്മൾ ഈ ചാനലിൻ്റെ പോസിറ്റീവ് വൈബ്രേഷനുമായി നിങ്ങളുടെ മനസ്സിനെ കണക്റ്റ് ചെയ്യണം. കാരണം ഇവിടെ ഈ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കാൻ പോവുകയാണ്. അതിനായി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ലൈക്കിലൂടെ ഈ ചാനലിലെ മറ്റ് ലക്ഷക്കണക്കിന് ആളുകളുടെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഒപ്പം പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ ആദ്യത്തെ ഉറച്ച സിഗ്നലായി താഴെ കമൻറ്റ് ബോക്സിൽ പൂർണ്ണ വിശ്വാസത്തോടെ മൈ ഹേർട്ട് ഈസ് കണക്റ്റഡ് ടു ദ യൂണിവേഴ്സ് എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക.
കൂടാതെ ഇത്തരം അത്ഭുതകരമായ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ പ്രപഞ്ചത്തോട് നിങ്ങൾ പറയുന്ന വലിയൊരു എസ് ആണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. പലരും ഇത്തരം ടെക്നിക്കുകൾ ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവർ ഇത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചില തെറ്റായ ചിന്തകളാണ്. ആ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നിങ്ങൾ ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ് മനസ്സിൽ ദേഷ്യത്തോടെയോ പ്രതികാര ചിന്തയോടെയോ ഇത് ചെയ്യുന്നതാണ്. അവൻ അല്ലെങ്കിൽ അവൾ എന്നെ വിഷമിപ്പിച്ചു, അതുകൊണ്ട് അവരിനി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണമെന്ന ചിന്തയോടെ ചെയ്താലോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. കാരണം അവിടെ നിങ്ങൾ പുറപ്പെടുവിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. നമ്മൾ പലപ്പോഴും സ്നേഹത്തോടെയും ശാന്തതയോടെയും വേണം ഇത് ചെയ്യാൻ. രണ്ടാമത്തെ തെറ്റ് സംശയം. ഇത് ശരിക്കും നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നതും ആ സംശയം തന്നെയായിരിക്കും. 100% വിശ്വാസത്തോടെ വേണം ഇതിൽ പങ്കാളിയാവാൻ. മൂന്നാമത്തെ തെറ്റ് കാത്തിരിപ്പ്. ഇത് ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ ഫോണിലേക്ക് നോക്കിയിരിക്കുക. അവർ ഇപ്പോൾ മെസ്സേജ് അയക്കുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുക. ഈ ടെൻഷൻ നിങ്ങളുടെ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തെറ്റുകളെല്ലാം മാറ്റിവെച്ച് തികച്ചും സ്വതന്ത്രമായ മനസ്സോടെ വേണം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ. ഇനി നിങ്ങളുടെ മനസ്സ് തികച്ചും ശാന്തമാക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ചിന്തകളും പ്രശ്നങ്ങളും തൽക്കാലം മറന്നേക്കൂ. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വളരെ കംഫർട്ടബിളായി ഇരിക്കുകയോ അല്ലെങ്കിൽ ശാന്തമായി കിടക്കുകയോ ചെയ്യാം. ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഇനി നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ ഒരുമിച്ച് 5 തവണ ദീർഘമായി ശ്വാസമെടുക്കാൻ പോവുകയാണ്. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ടെൻഷനുകളും ആ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോവട്ടെ. ദീർഘമായി ശ്വാസമെടുക്കൂ. ഉള്ളിലുള്ള നല്ല ഊർജത്തെ അനുഭവിക്കൂ. ഇനി പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടൂ. ശ്വാസമെടുക്കൂ. നിങ്ങളുടെ ശരീരം മുഴുവൻ റിലാക്സ്ഡ് ആവുന്നത് അറിയൂ. ഇനി പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടൂ. നാലാമതായി ആഴത്തിൽ ഒന്നുകൂടി ശ്വാസമെടുക്കൂ. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായി കഴിഞ്ഞു. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടൂ. ഇനി ഒന്നുകൂടി ഒരിക്കൽ കൂടി നല്ലതുപോലെ ശ്വാസമെടുക്കൂ. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടൂ. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഒരു പഞ്ഞി പോലെ ഭാരമില്ലാത്തതായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് പ്രപഞ്ചത്തിൻ്റെ ആ വലിയ ഊർജവുമായി പൂർണ്ണമായി ലയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ മനോഹരമായ മുഖം കൊണ്ടുവരിക. അവർ നിങ്ങളോട് സംസാരിച്ച ദിവസങ്ങൾ, ഒരുമിച്ച് ചിരിച്ച നിമിഷങ്ങൾ, നിങ്ങളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ച ആ മുഖം, അത് വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ കാണുക. അവരിപ്പോൾ അവരുടെ മുറിയിൽ തികച്ചും ശാന്തമായി ഇരിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുകയോ ആണ്. അവരുടെ ചുറ്റും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അവരുടെ മനസ്സിപ്പോൾ പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഒരു മനോഹരമായ തിളങ്ങുന്ന വെള്ള വെളിച്ചത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ വായുവിലൂടെ പതുക്കെ ഒഴുകി ദൂരങ്ങളെല്ലാം താണ്ടി ആ വ്യക്തി ഇരിക്കുന്ന മുറിയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. നിങ്ങൾ പതുക്കെ ആ മുറിയുടെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതാ അവർ അവിടെ തികച്ചും ശാന്തനായി ഇരിക്കുന്നു. അവരുടെ മുഖത്ത് നോക്കൂ. ആ മുഖത്ത് ചെറിയൊരു സങ്കടം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളില്ലാത്തതിൻ്റെ
ആ ഒരു കുറവ് അവരിലുണ്ട്. നിങ്ങൾ വളരെ പതുക്കെ, ഒട്ടും ശബ്ദമുണ്ടാക്കാതെ അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുക. അവരുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുക. അവരുടെ ശ്വാസത്തിൻ്റെ താളം നിങ്ങൾക്ക് കേൾക്കാം. ഇനി നിങ്ങൾ പതുക്കെ അവരുടെ വലത് കാതിനടുത്തേക്ക് നിങ്ങളുടെ മുഖം അടുപ്പിക്കുക. നിങ്ങളുടെ ചുണ്ടുകൾ അവരുടെ കാതോരം ചേർത്ത് പിടിക്കുക. ഇനി ഞാൻ പറയുന്ന വാചകങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ മുഴുവൻ പ്രണയവും സ്നേഹവും നിറച്ചുകൊണ്ട് അവരുടെ കാതുകളിൽ വളരെ പതുക്കെ ആഴത്തിൽ മന്ത്രിക്കുക. നീ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിണക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് സംസാരിക്കൂ. അവരുടെ ഉപബോധ മനസ്സിലേക്ക് ആ ശബ്ദം ഇറങ്ങിച്ചെല്ലുന്നത് കാണുക. ഒരിക്കൽ കൂടി അവരുടെ കാതുകളിൽ സ്നേഹത്തോടെ മന്ത്രിക്കൂ. നീ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിണക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് സംസാരിക്കൂ. അവസാനമായി അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തോടെ അവരുടെ കാതുകളിൽ ഒന്നുകൂടി മന്ത്രിക്കൂ. നീ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിണക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് സംസാരിക്കൂ. നിങ്ങളിത് മന്ത്രിച്ച ഉടനെ തന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കൂ. അവർ പെട്ടെന്ന് ഒന്ന് ഞെട്ടുന്നത് പോലെ, അവരുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ നിങ്ങൾക്ക് കാണാം. അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മനോഹരമായ ഓർമ്മകൾ ഒരു വേലിയേറ്റം പോലെ ഇരച്ചു കയറുകയാണ്. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ പഴയ സംസാരങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച സന്തോഷമായ നിമിഷങ്ങൾ എല്ലാം അവരുടെ ഉള്ളിൽ നിറയുന്നു. നിങ്ങളോടുള്ള എല്ലാ ദേഷ്യവും വാശിയും ഈഗോയും ആ നിമിഷം ഒരുകിപ്പോകുന്നത് മനസ്സിൽ കാണുക. അവർ പെട്ടെന്ന് ഫോൺ കയ്യിലെടുക്കുന്നു. നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഉള്ള ആഗ്രഹം അടക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഒരു ഫീലിംഗ്, അവർ തിരികെ വരുന്നതിലുള്ള ആ അതിരറ്റ സന്തോഷം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുക. അതെ, അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പതുക്കെ അവരുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു ചുംബനം നൽകി ലക്ഷ്യം പൂർത്തിയായ സന്തോഷത്തോടെ അവിടെ നിന്നും തിരികെ പോരുന്നതായി സങ്കല്പിക്കുക. പതുക്കെ ഒരു ദീർഘശ്വാസമെടുത്ത് നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കാം. നിങ്ങളിപ്പോൾ പ്രപഞ്ചത്തിലേക്ക് ഏറ്റവും ശക്തമായ ഒരു ഡിജിറ്റൽ സിഗ്നൽ അയച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനെ ലോ ഓഫ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയും. നമ്മൾ മണ്ണിലൊരു നല്ല വിത്ത് പാകിയാൽ പിന്നെ അത് ദിവസവും തോണ്ടി നോക്കാറില്ലല്ലോ. അത് മുളയ്ക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ വീഡിയോ കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ ഫോൺ തൽക്കാലം മാറ്റിവെക്കുക. അവർ ഇപ്പോൾ മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ കോൾ വരുമോ എന്നോർത്ത് വീണ്ടും വീണ്ടും ഫോൺ നോക്കരുത്. കാരണം ആ കാത്തിരിപ്പും ഭയവും ഇല്ലായ്മയുടെ എനർജിയാണ് പുറപ്പെടുവിക്കുക. അത് ഈ ടെക്നിക്കിൻ്റെ ശക്തി കുറയ്ക്കും. നിങ്ങൾ പ്രപഞ്ചത്തിൽ മികച്ചൊരു വിത്ത് പാകിക്കഴിഞ്ഞു. ഇനി അത് മുളയ്ക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ മറ്റെന്തെങ്കിലും ജോലികളിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേട്ട് സന്തോഷകരമായി ഇരിക്കുക. പ്രപഞ്ചം അതിൻ്റെ ജോലി കൃത്യമായി തന്നെ ചെയ്തുകൊള്ളും. ഈ അത്ഭുത പ്രക്രിയയ്ക്ക് പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ്, ഇറ്റ് ഈസ് മാനിഫെസ്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഡിജിറ്റൽ ഒപ്പ് പതിക്കുക. ലക്ഷക്കണക്കിന് ആളുകളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കും. വളരെ പെട്ടെന്ന് തന്നെ ആ അത്ഭുതം നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ തെളിയും. പ്രപഞ്ചത്തിൻ്റെ ആ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ.
നിങ്ങളുടെ സ്നേഹം എത്രയും പെട്ടെന്ന് നിങ്ങളെ അടുക്കലിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.